ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബോർഡ് സ്റ്റോറീസ്. എൻ്റെ പേര് സന്ധ്യ. അപ്പം നമ്മുടെ മോക്ക് ടെസ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ബയോളജിയിലെ, അതായത് നമുക്കറിയാം ടോപ്പിക് വൈസ് കറണ്ട് അഫെയർ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുവരെ ആനുകാലിക വിഷയങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ്, നമുക്ക് ബയോളജിയിൽ ചോദിക്കാൻ ചാൻസ് ഏറ്റവും കൂടുതലുള്ളതാണ് നമ്മുടെ കോവിഡ്. അപ്പോൾ നമ്മുടെ പരീക്ഷകളിലെ കോവിഡ് എന്നൊരു സെക്ഷനായിട്ട് നമ്മൾ ഇതുവരെയും PSC ചോദിച്ചിരിക്കുന്ന പരീക്ഷകളിലെ കോവിഡുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 20 മാർക്കിനാണ് എക്സാം. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. COVID-19 കാരണമായ സൂക്ഷ്മജീവി ഏത്? എന്താണ്? നമുക്കറിയാം കോവിഡ് ഒരു വൈറസ് രോഗമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി വൈറസ് ആണ്. കണ്ട 2023 ബെവ്കോ LDക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നെക്സ്റ്റ് നോക്കിക്കേ. കോവിഡ് രോഗകാരിയായ SARS-CoV-2 ജനിതകപരമായി ഏതിനം വൈറസ് ആണെന്ന്? SARS-CoV-2 എന്ന് പറഞ്ഞാൽ അത് ഏതിനം വൈറസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതേതാണ്? അത് ഓപ്ഷൻ എ RNA വൈറസാണ് SARS-CoV-2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ SSRNA എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഗിൾ സ്റ്റാൻഡേർഡ് RNA എന്ന് പറയും, അതാണ് SSRNA. അതായത് ഒരു വൈറസ് എന്ന് പറയുമ്പോഴേക്കും അതിൽ ഒന്നുകിൽ RNA കാണും, അതിൽ DNA കാണും. ഇതിലേതെങ്കിലും രണ്ടും കൂടി ഒരുമിച്ച് കാണില്ല, ഒന്നുകിൽ RNA അല്ലെങ്കിൽ DNA. അപ്പോൾ ഈ SARS-CoV-2 എന്ന് പറയുന്നത് അതിൽ കാണുന്ന എന്താണ്? അതൊരു RNA വൈറസാണ്. ഓക്കെ, ഇനി ആരാണ് COVID-19 എന്ന് പറയുന്ന വൈറസ് കണ്ടുപിടിച്ചത്? അത് ഡോക്ടർ ലീ വെൻലിയാങ് ആണ് എന്ത് കണ്ടുപിടിക്കുന്നത്? COVID-19 എന്ന് പറയുന്ന ഒരു വൈറസിനെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, COVID-19 എന്ന രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത് നമുക്ക് എല്ലാവർക്കും അറിയാം, ചൈനയിലായിരുന്നു COVID-19 എന്ന രോഗം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. നെക്സ്റ്റ് എന്താണ്? ഇന്ത്യയിൽ ആദ്യമായി COVID-19 റിപ്പോർട്ട് ചെയ്ത് എവിടെയായിരുന്നു? നമ്മുടെ കേരളത്തിലാണ്. നമുക്കറിയാം കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലായിരുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് കോവിഡ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താ നോക്കിക്കേ. ഇന്ത്യയിൽ COVID-19 സ്ഥിരീകരിച്ച ജില്ല ഏതായിരുന്നു? അത് നമുക്കറിയാം തൃശ്ശൂർ ജില്ലയിലായിരുന്നു. കണ്ടോ, ഇതെല്ലാം ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പർ 2023 LDCക്ക് തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇതൊക്കെ. കേരളത്തിൽ ആദ്യമായി കൊറോണ സാർസ് വൈറസ് സ്ഥിരീകരിച്ച ജില്ല ഏതായിരുന്നു? കണ്ടോ, സെയിം ക്വസ്റ്റ്യൻ തന്നെ പല ടൈപ്പിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. എന്താണത്? 2021 ചോദിച്ചതാണ്. എവിടെയാണ്? തൃശ്ശൂരാണ്. ഇനി എന്താണ്? കൊറോണ എന്ന് പറയുന്നത് ഒരു പാൻഡമിക് ആണ് അല്ലേ, പെട്ടെന്ന് പടരുന്നതിനാണ് നമ്മൾ പാൻഡമിക് ഡിസീസസ് എന്ന് പറയുന്നത്. അതേപോലെ ലോകത്തിൽ ആദ്യമായിട്ട് നമ്മുടെ കൊറോണ റിപ്പോർട്ട് ചെയ്ത് എവിടെയാണ്? ചൈനയിലെ എവിടെയാണത്? വുഹാൻ എന്ന് പറയും, വുഹാൻ. ഓക്കെ, അതേപോലെ ചൈനയ്ക്ക് പുറത്ത് ആദ്യമായിട്ട് COVID-19 റിപ്പോർട്ട് ചെയ്ത് എവിടെയാണെന്നറിയാവോ? അത് തായ്ലൻഡിലാണ്. ആദ്യമായിട്ട് ചൈനയിലും ചൈനയ്ക്ക് പുറത്തെന്ന് പറയുമ്പോഴേക്കും ആദ്യമായിട്ട് എവിടെയാണ്? അത് തായ്ലൻഡിലായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളത്തിൽ ആദ്യമായിട്ട് തൃശ്ശൂരുമാണ്. കൊറോണ ബാധയെ തുടർന്ന് ലോകാരോഗ്യ സംഘടന ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 2020 ജനുവരി 30 ആഗോള അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അതേപോലെ 2020 മാർച്ച് 11 എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ കൊറോണയെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ലോകാരോഗ്യ സംഘടന ഒരു മഹാമാരിയായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. ഇനി കേരളത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു ആദ്യമായിട്ട് തൃശ്ശൂരാണ്. ഈ ആലപ്പുഴ എന്ന് പറയുന്നത് എന്താണ്? കേരളത്തിൽ രണ്ടാമതായിട്ട് കൊറോണ വൈറസ് സ്ഥിരീകരിച്ചത് ആലപ്പുഴ ജില്ലയിലായിരുന്നു. ഓക്കെ, ഇനി നമ്മളിപ്പോൾ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു. ആദ്യമായിട്ട് എവിടെയായിരുന്നു കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ആദ്യം മരണം റിപ്പോർട്ട് ചെയ്ത രാജ്യം എവിടെയാണ്? അത് ചൈനയും. അതേപോലെ പുറത്താണെങ്കിൽ അതേതാണ്? COVID-19 മരണം റിപ്പോർട്ട് ചെയ്ത ചൈനയ്ക്ക് പുറത്തുള്ള രാജ്യം എന്ന് പറയുന്നത് ഫിലിപ്പീൻസ് ആണ്. ഫിലിപ്പീൻസ്. എന്തായിരുന്നു തായ്ലൻഡിൻ്റെ പ്രത്യേകത? തായ്ലൻഡ് എന്ന് പറയുന്നത് ചൈനയ്ക്ക് പുറത്ത് ആദ്യമായിട്ട് COVID-19 റിപ്പോർട്ട് ചെയ്ത രാജ്യമാണ്. ഇവിടെ എന്താണ് ഫിലിപ്പീൻസിൻ്റെ പ്രത്യേകത? ചൈനയ്ക്ക് പുറമെ COVID-19 മരണം റിപ്പോർട്ട് ചെയ്ത ആദ്യത്തെ രാജ്യമാണ് ഫിലിപ്പീൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ കേരളത്തിൽ ആദ്യമായിട്ട് കൊറോണ മരണം സ്ഥിരീകരിച്ച ജില്ല ഏതാണ്? അത് എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ലയിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് COVID-19 മരണം റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് COVID-19 തുടർന്ന് മരണം സ്ഥിരീകരിച്ചത് എവിടെയാണ്? കർണാടകയിലാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് COVID-19 റിപ്പോർട്ട് ചെയ്തത് കേരളത്തിലെ ജില്ല എവിടെയാണ്? തൃശ്ശൂരാണ്. ഇന്ത്യയിൽ ആദ്യമായി COVID-19 ബേസ് ചെയ്ത മരണം റിപ്പോർട്ട് ചെയ്തത് കർണാടകയിലും, കേരളത്തിൽ മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? എറണാകുളത്തുമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. TPRൻ്റെ പൂർണ്ണ രൂപം എന്താണെന്ന്? TPR എന്താണ്?
ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് എന്ന് പറയും. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ്, ഇതാണ് TPR റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് TPR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിശ്ചിത ദിവസം എടുക്കും. ഒരു ദിവസത്തിനുള്ളിൽ പോസിറ്റീവ് ആളുകളുടെ, അതായത് ഇപ്പോൾ ബ്ലഡൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 100 പേരെ ചെക്ക് ചെയ്തു, അതിൽ എത്ര പേർക്ക് അസുഖമുണ്ട് എന്നുള്ളതിനാണ് TPR റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു നിശ്ചിത ദിവസത്തിൽ പോസിറ്റീവ് സ്ഥിരീകരിച്ച ആളുകളുടെ എണ്ണത്തിൻ്റെ ആനുപാത സംഖ്യയാണ് നമ്മൾ എന്ത് പറയുന്നത്, TPR, ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് എന്ന് പറയും. ഇനി എന്താണ് നമ്മൾ കൊറോണ നിർണയ ടെസ്റ്റുകളുണ്ട്, PCR ടെസ്റ്റ്, RT-PCR എന്നൊക്കെ പറയും. ഏറ്റവും കൂടുതൽ നമ്മൾ എന്താണ് RT-PCR ചെയ്യണം. ആ സമയത്തൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിരുന്ന വാക്കുകളായിരുന്നു RT-PCR ചെയ്യണമെന്നൊക്കെ. എന്തായിരുന്നു? റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. അതാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്നാണ് RT-PCRൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോവിഡ് വകഭേദമായ ഒമിക്രോൺ വൈറസിന് ആ പേര് ലഭിച്ചത് എങ്ങനെയാണെന്ന്. കോവിഡ് വകഭേദമായ ഒമിക്രോൺ വൈറസ് എങ്ങനെയാണ്? ഗ്രീക്കിലെ ആദ്യാക്ഷരത്തിൽ നിന്ന് ഗ്രീക്കിലെ 15ാമത്തെ അക്ഷരം. അപ്പോൾ ആൻസർ ഏതാണെന്ന് നോക്കാം. നമുക്കിത് വെറുതെ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കേണ്ട. ഓപ്ഷൻ ഡി, ഗ്രീക്കിലെ 15ാമത്തെ അക്ഷരത്തിൽ നിന്നാണ് കോവിഡ് വകഭേദമായ ഒമിക്രോൺ വൈറസിന് ആ പേര് ലഭിച്ചത്. ഏറ്റവും ലേറ്റസ്റ്റ് 2023 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കില്ല എക്സാമിന്. അതായത് നമ്മുടെ കോവിഡ് വൈറസിൻ്റെ ഗ്രീക്ക് അക്ഷരമാലയിലെ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, COVID-19 കാരണമാകുന്ന വൈറസുകളുടെ വകഭേദങ്ങളെ പറയാൻ. അതായത് WHO, നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ പല പല ലേബലുകളും കൊടുത്തിരുന്നത്. അതിൽ തന്നെ പല വേരിയൻ്റ് ഉണ്ട്. ആൽഫ വേരിയൻ്റ് ഉണ്ട്, പിന്നെ ഇതാണ് ആൽഫ, ബീറ്റ, ഗാമ എന്നൊക്കെ പറഞ്ഞ് പല വേരിയൻസ് ഉണ്ട്. ഇതിൽ ഗ്രീക്കിലെ ആദ്യത്തെ അക്ഷരത്തിൽ നിന്നാണ് ആൽഫ വരുന്നത്. ആൽഫ എന്ന് പറയുമ്പോഴേക്കും അതെങ്ങനെ വരും, ഇങ്ങനെയൊക്കെയായിരുന്നു അതിൻ്റെ പേര് വരുന്നത്. പിന്നെ എന്താണ്, ആൽഫ വരും, പിന്നെ എന്താണ് ബീറ്റ വരും, പിന്നെ ഗാമ വരും. അങ്ങനെ 4ാമത്തെ അക്ഷരമായ ഡെൽറ്റയ്ക്കും എന്ത് ചെയ്യുന്നത്, 4 അക്ഷരങ്ങളുണ്ടാകും. ഇങ്ങനെയൊക്കെ റെപ്രസെൻ്റ് ചെയ്തിരുന്നത്. ഇനി ഒമിക്രോൺ എന്ന വൈറസ്, ഒമിക്രോൺ ആണെങ്കിൽ അത് എത്രയാണ്? ഒമിക്രോൺ പഠിച്ചു വെച്ച്. ഒമിക്രോൺ ആണ് ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. B.1.1529 ഇതായിരുന്നു ഒമിക്രോണിൻ്റെ വകഭേദം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. COVID-19 വകഭേദമായ ഒമിക്രോൺ ആദ്യമായി രേഖപ്പെടുത്തിയ രാജ്യം ഏതാണെന്ന്. അപ്പോൾ എവിടെയാണ് ഒമിക്രോൺ ആദ്യമായി രേഖപ്പെടുത്തിയത്? ഓപ്ഷൻ ബി, ദക്ഷിണാഫ്രിക്കയിലാണ് ഒമിക്രോൺ ആദ്യമായിട്ട് രേഖപ്പെടുത്തുന്നത്. 2021 ദക്ഷിണാഫ്രിക്കയിൽ സ്ഥിരീകരിച്ച കൊറോണ വൈറസായ ഒമിക്രോൺ വകഭേദം ഇവയിൽ ഏതിനെ സൂചിപ്പിക്കുന്നു? ഞാൻ നേരത്തെ പറഞ്ഞു. എന്തായിരുന്നു? B.1.1529, 529 എന്നുള്ളതായിരുന്നു ഒമിക്രോണിൻ്റെ വകഭേദം. സോ ഏതാണ്? അതായത് ഗ്രീക്കിലെ 15ാമത്തെ അക്ഷരത്തിൽ നിന്നാണ് ഒമിക്രോണിന് പേര് നൽകുന്നത്. അതും പഠിച്ചു വയ്ക്കുക. B.1.1.529 എന്നുള്ളതാണ്. ഇതും എന്താണ് 2022 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർക്കും LP UPK ഇത് പഠിക്കണോ, ഇത് വേണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. ഇത് LDC ആ ഒരു ടൈപ്പിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. പക്ഷേ നെക്സ്റ്റ് നോക്കിക്കേ, 2022 LP സ്കൂൾ ടീച്ചറിനും സെയിം ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ട്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒമിക്രോൺ ഏതാണ്? B.1.1.529 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒമിക്രോൺ വൈറസിൻ്റെ ഏറ്റവും പുതിയൊരു വകഭേദമാണ്. ഒമിക്രോൺ വൈറസിനെ പറ്റി പറയാനാണെങ്കിൽ കുറച്ചധികം വകഭേദങ്ങൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അതിലൊന്നാണ് എന്ത്, XBB.192 എന്ന് പറയുന്നത്. പിന്നെയുള്ളതാണ് XBB.2.3, അതേപോലെ തന്നെ XBB.1.16, പിന്നെയുള്ളതാണ് BA.2.86 എന്നുള്ളത്. ഈ 4 വകഭേദങ്ങൾ ഒമിക്രോണിൻ്റെ പുതിയ വകഭേദങ്ങളാണ്. അപ്പോൾ ഇതിൽ ഏതാണ്? XBB.1.16 ആണ് നമുക്കിവിടെ തന്നിരിക്കുന്ന ആൻസർ എന്ന് പറയുന്നത്. ഏറ്റവും പുതിയ വകഭേദങ്ങൾ അപ്പം 4 എണ്ണമുണ്ട്. അത് പഠിച്ചു വയ്ക്കുക. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ഒമിക്രോണിനെ പറ്റി പഠിക്കാനുള്ളത് നോക്കിക്കേ. ഒമിക്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 2021 നവംബറിൽ നമ്മൾ എന്നായിരുന്നു 2020 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കൊറോണയെ അന്താരാഷ്ട്ര സംഘടനകളൊക്കെ പ്രഖ്യാപിച്ച് ഒരു മഹാമാരിയായിട്ടൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്താണ് 2021 നവംബറിൽ പുതിയൊരു കോവിഡിൻ്റെ വകഭേദം വരുന്നത്. അതാണെന്ത്, ഒമിക്രോൺ എന്ന് പറയുന്നത്. ഇനി ഈ ഒമിക്രോൺ ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ഥിരീകരിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ അതെവിടെയാണ്? നമ്മുടെ കർണാടക ജില്ലയിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് സ്ഥിരീകരിച്ചത്. ഒമിക്രോൺ കേരളത്തിലായിട്ട് സ്ഥിരീകരിച്ചത് എവിടെയാണ്? എറണാകുളത്താണ്.
ഓക്കെ, ഈ രണ്ട് പേരുകൾ നമ്മൾ വേറൊരു കാര്യത്തിന് കൂടി പഠിച്ചു. എന്തായിരുന്നു? കോവിഡിൻ്റെ മരണം സംഭവിച്ച ആദ്യ ഇന്ത്യയിലെ സംസ്ഥാനം കർണാടകയും കേരളത്തിലെ ജില്ല എന്ന് പറയുന്നത് എറണാകുളവുമാണ്. അത് തന്നെയാണ് ഒമിക്രോണിൻ്റെ കേസിലും. ഒമിക്രോൺ ഇന്ത്യയിൽ ആദ്യമായി സ്ഥിരീകരിച്ചത് കർണാടകയിലും കേരളത്തിൽ ആദ്യമായിട്ട് ഒമിക്രോൺ സ്ഥിരീകരിച്ചത് എറണാകുളത്തുമായിരുന്നു. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒമിക്രോൺ മൂലം മരണം സംഭവിച്ചത് എവിടെയാണ്? അത് രാജസ്ഥാനിലാണ് മരണം സംഭവിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ COVID-19 നമുക്ക് പറഞ്ഞു, COVID-19 വകഭേദമാണ് ഈ ഒമിക്രോൺ എന്ന് പറയുന്നത്. അത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് ദക്ഷിണാഫ്രിക്കയിലാണെന്ന് പറഞ്ഞു. പക്ഷേ ആദ്യമായിട്ട് മരണം റിപ്പോർട്ട് ചെയ്തത് ബ്രിട്ടനിലായിരുന്നു. ബ്രിട്ടനിലായിരുന്നു ആദ്യമായിട്ട് മരണം റിപ്പോർട്ട് ചെയ്തത്. ഓക്കെ, അതേപോലെ തന്നെ ബ്രിട്ടനിൽ കണ്ടെത്തിയ ഒമിക്രോണിൻ്റെ വകഭേദം എന്ന് പറയുന്നത് XE ആണ്. XE എന്ന് പറയുന്ന വകഭേദമാണ് ബ്രിട്ടനിൽ കണ്ടെത്തിയത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നോക്കിക്കേ, UK ഏതായിരുന്നു? UK ഒമിക്രോണിൻ്റെ വകഭേദം എന്ന് പറയുന്ന ആൽഫയാണ്. ദക്ഷിണാഫ്രിക്കയിലാണെങ്കിൽ ബീറ്റ വരും. അതേപോലെ ഇന്ത്യയിലാണെങ്കിൽ ഡെൽറ്റ. പിന്നെ ഏതാണ്? ബ്രസീലാണെങ്കിൽ എന്താണ്? ഗാമ. US എപ്സിലിയൻ, അയോട്ട. ഫിലിപ്പീൻസിൽ ടീറ്റ. ഇസ്രായേൽ ഫ്ലോറോണ. ഫിലിപ്പീൻസിൽ IHU. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടേക്കുക. നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താ നോക്കിക്കേ, COVID-19 രോഗപ്രതിരോധത്തിന് റഷ്യ വികസിപ്പിച്ച വാക്സിൻ ഏതാണെന്ന്. റഷ്യ വികസിപ്പിച്ച വാക്സിൻ എന്ന് പറയുന്നത് സ്പുട്നിക് ആണ്. ഓക്കെ, ലോകത്താദ്യമായിട്ട് COVID-19 വാക്സിൻ വികസിപ്പിക്കുന്ന രാജ്യമാണ് ഏത്? റഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, സ്പുട്നിക് V ഇതായിരുന്നു വാക്സിൻ്റെ പേര്. ഇനി എന്താണ് ഫൈസർ? ഫൈസർ എവിടെയാണ് വികസിപ്പിച്ചത്? ഫൈസർ വികസിപ്പിക്കുന്നത് US-ഉം അതേപോലെ തന്നെ ബയോടെക് എന്ന് പറയുന്ന ഒരു ജർമ്മൻ കമ്പനിയുമാണ്. മൊഡേണ വാക്സിൻ, ഇതെന്താണ്? മൊഡേണ വാക്സിൻ എവിടെയാണ്? അത് മൊഡേണ എന്ന് പറയുന്നത് US-ലെ മൊഡേണയിലാണ്. കോവാക്സിൻ എന്താണ്? കോവാക്സിൻ നമ്മുടെ ഭാരത് ബയോടെക് ആണ് കോവാക്സിൻ വികസിപ്പിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ഭാരത് ബയോടെക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ വികസിപ്പിച്ചെടുത്ത COVID-19 വാക്സിനുകൾ ഏതൊക്കെയാണെന്ന്. ഇന്ത്യ വികസിപ്പിച്ചെടുത്തത് ഏതൊക്കെയാണ്? അത് ഒന്നാമത്തെ കോവാക്സിനും രണ്ടാമത്തെ കോവിഷീൽഡുമാണ് ഇന്ത്യ എടുക്കുന്നത്. അപ്പോൾ ആൻസർ ഏത് വരും? ഓപ്ഷൻ A 1 and 2 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യ നിർമ്മിച്ച കോവിഡ് വാക്സിൻ ഏത്? തന്നിരിക്കുന്നതിൽ ഇന്ത്യ നിർമ്മിച്ചത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു എന്താണ്? സ്പുട്നിക് എവിടെയാണ്? റഷ്യയാണ്. ഫൈസർ എവിടെയാണ്? US. അതേപോലെ തന്നെ ജോൺസൺ എവിടെയാണ്? ജോൺസൺ വാക്സിൻ എന്ന് പറയുന്നത് ജോൺസൺ കമ്പനി, US-ൻ്റെ ജോൺസൺ കമ്പനിയിലാണ് ജാൻസൺ വാക്സിൻ എന്ന് പറയുന്ന ഒരു വാക്സിൻ വികസിപ്പിക്കുന്നത്. ജാൻസൺ വാക്സിൻ. ഇനി കോവാക്സിൻ ആണ് നമ്മുടെ ഇന്ത്യ വികസിപ്പിച്ചെടുത്തത്. ഇന്ത്യയിലെ ഏതാണ്? നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതാണ്. ഏതാണ്? ഭാരത് ബയോടെക് ആണ് കോവാക്സിൻ വികസിപ്പിക്കുന്നത്. COVID-19 ഉപയോഗിക്കുന്ന വാക്സിൻ ഏതാണ്? COVID-19 BCG ആണോ? അല്ല. BCG, OPV, MMR ഇതൊന്നും അല്ല. നമുക്കറിയാം എന്താണ്? കോവാക്സിൻ ആണ് എന്ത് ചെയ്യുന്നത്? COVID-19 ഉപയോഗിക്കുന്നൊരു വാക്സിൻ എന്ന് പറയുന്നത്. എന്താണ് കോവാക്സിൻ്റെ പ്രത്യേകത? ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ COVID-19 വാക്സിനാണ് കോവാക്സിൻ. അതിൻ്റെ ശാസ്ത്രീയമായ പേര് BBV152 എന്നുള്ളതാണ്. ഓക്കെ, അതേപോലെ വികസിപ്പിച്ചെടുത്തത് എവിടെയാണ്? നമ്മുടെ ഭാരത് ബയോടെക്കിലാണ് ഈ കോവാക്സിൻ വികസിപ്പിച്ചെടുക്കുന്നത്. 2020 ജൂലൈയിൽ എന്താണ്? വാക്സിൻ മനുഷ്യ ശരീരത്തിലേക്ക് നമുക്ക് പരീക്ഷിക്കാനായിട്ട് അനുമതി ലഭിക്കുകയാണ്. അതേപോലെ തന്നെ കോവാക്സിൻ്റെ 2ാം ഡോസ് എടുക്കേണ്ടത് 28 ദിവസങ്ങൾക്ക് ശേഷമാണ് കോവാക്സിൻ്റെ 2ാം ഡോസ് എടുക്കേണ്ടത്. കോവാക്സിൻ സ്വീകരിച്ച ആദ്യ രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? ഭൂട്ടാൻ. അതായത് നമ്മുടെ ഇന്ത്യ കഴിഞ്ഞാൽ പിന്നെ കോവാക്സിൻ ആദ്യം ലഭിച്ച രാജ്യം എവിടെയാണ്? ഭൂട്ടാനാണ്. ഓക്കെ, അതേപോലെ സൗഹൃദ രാജ്യങ്ങളിലേക്ക് COVID-19 വാക്സിൻ നൽകുന്നതിന് ഇന്ത്യ ആരംഭിക്കുന്ന സംരംഭത്തിൻ്റെ പേരായിരുന്നു എന്ത്? വാക്സിൻ മൈത്രി. ഓക്കെ, ഇപ്പോൾ ഈ കോവാക്സിനും കോവിഷീൽഡിനൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്? കുറേയൊക്കെ നമ്മൾ അതിൽ നിന്ന് അതായത് വാക്സിനൊക്കെ നമ്മളിപ്പോൾ എടുക്കുന്നില്ല, നിരോധിച്ചിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന കോവാക്സിൻ 2ാം ഡോസ് എടുക്കേണ്ടത് എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ്? എത്ര ദിവസമാണ്? ഓപ്ഷൻ A 28 ദിവസങ്ങൾക്ക് ശേഷമാണ് കോവാക്സിൻ എടുക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന്. സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് പൂനെയിലാണ്. ഈ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയാണ് എന്ത് വികസിപ്പിച്ചെടുക്കുന്നത്? കോവിഷീൽഡ് വികസിപ്പിച്ചത് എവിടെയാണ്? സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയാണ് കോവിഷീൽഡ്. അത് ഏകദേശം 1966 ഈ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥാപിതമാകുന്നത് പൂനെ ആസ്പദമായിട്ട്. ഓക്കെ,
കോവിഷീൽഡ് എടുക്കേണ്ടത് 84 ദിവസങ്ങൾക്ക് ശേഷമാണ് കോവിഷീൽഡ് വാക്സിൻ എടുക്കേണ്ടത്. അതേപോലെ കുട്ടികളുടെ കോവിഡ് വാക്സിനേഷൻ കേന്ദ്രങ്ങൾക്ക് നിറം കൊടുത്തിട്ടുണ്ട്. ആ നിറം എന്താണ്? പിങ്കാണ്. 84 ദിവസങ്ങൾക്ക് ശേഷമാണ് കോവിഷീൽഡ് എടുക്കേണ്ടത്. 1966 സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥാപിതമാകുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. താഴെ കൊടുത്തിരിക്കുന്ന 2 പട്ടികകളിലെ വിവരങ്ങളെ ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. കോവോവാക്സ്, കോർബേവാക്സ്, കോവാക്സിൻ, ജംകോവാക് 19 എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. കോവോവാക്സ് എന്ന് പറയുന്നത് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥാപിച്ചെടുത്തതാണ്. അടുത്ത ഏതാണ്? കോർബേവാക്സ് ഏതാണ്? ബയോളജിക്കൽ ലിമിറ്റഡ് ആണ് കോർബേവാക്സ് വികസിപ്പിക്കുന്നത്. അടുത്താണ് കോവാക്സിൻ എവിടെയാണ്? ഭാരത് ബയോടെക് ആണ്. പിന്നെ ജംകോവാക്ക് എവിടെയാണ്? ജെന്നോവ ബയോ ഫാർമസ്യൂട്ടിക്കൽസ് ആണ് ജംകോവാക്ക് വികസിപ്പിക്കുന്നത്. സോ ആൻസർ ഏത് വരും? 1 പറയുന്നത് ഏതാണ്? 6 ഉള്ളത് ഏതാണ്? ഇതാണുള്ളത് അല്ലേ. ബാക്കി എല്ലാം തെറ്റാണ്. നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് ഇതിൽ നിന്ന് തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ട്. കണ്ടോ? മൂന്നാമത്തത് നമുക്കറിയാം കോവാക്സിൻ ഭാരത് ബയോടെക് ആണെന്ന് നമ്മൾ എല്ലാവരും പഠിച്ചു വെക്കുന്നൊരു കാര്യമാണ്. കോവാക്സിൻ ഭാരത് ബയോടെക്. ഈ മൂന്നാമത്തത് 8 തന്നിരിക്കുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. സോ ബാക്കി ഒന്നും അറിഞ്ഞില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് നമുക്ക് എത്താനായിട്ട് പറ്റും. കോവാക്സിൻ ഭാരത് ബയോടെക്, കോർബേവാക്സ് ബയോളജിക്കൽ ലിമിറ്റഡ്, ജംകോവാക്ക് ജെനോവ ബയോ ഫാർമസ്യൂട്ടിക്കൽ, കോവോവാക്സ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട്, 2DG എവിടെയാണ്? DRDO. അതേപോലെ തന്നെ ഇൻകോവാക്ക് ഭാരത് ബയോടെക് ആണ്. അനോകോവാക്സ് ICAR NRC ഓൺ ഇക്വിനസ്. കണ്ട നിർമ്മാതാക്കൾ ഏതൊക്കെയാണെന്ന് പഠിക്കുക. അതേപോലെ തന്നെ മറ്റൊരു രോഗമാണ് 2022 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഞാനത് ഇട്ടിട്ടില്ല ഇതിനുള്ളിൽ, അതുകൊണ്ട് പറയുകയാണ്. എന്താണ്? ലോകത്തിലെ ആദ്യത്തെ പ്ലാസ്മിഡ് DNA കോവിഡ് വാക്സിൻ ഏതാണെന്ന്. പ്ലാസ്മിഡ് DNA കോവിഡ് വാക്സിൻ ഏത് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഏതാണ് ആൻസർ? അതിൻ്റെ പേരാണ് സൈക്കോവ് ഡി എന്നുള്ളതായിരുന്നു ലോകത്തിലെ ആദ്യത്തെ പ്ലാസ്മിഡ് DNA കോവിഡ് വാക്സിൻ എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ആദ്യത്തെ പ്ലാസ്മിഡ് DNA കോവിഡ് വാക്സിൻ. ഇന്ത്യയിൽ അനുമതി ലഭിക്കുന്ന 6ാമത്തെ വാക്സിനാണ് ഈ സൈക്കോവ് ഡി എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ ആദ്യത്തെ സൂചിരഹിത കോവിഡ് വാക്സിനാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. ലോകത്തിലെ ആദ്യത്തെ സൂചിരഹിത കോവിഡ് വാക്സിനാണ് സൈക്കോവ് ഡി. വികസിപ്പിച്ചെടുത്തത് സിഡസ് കാഡില എന്നുള്ളതാണ്. കമ്പനി ആയിരിക്കാം ചിലപ്പോൾ. ഇനി വാക്സിൻ ഡോസുകൾക്കിടയിൽ ഇടവേള എത്രയാണ്? 28 ദിവസമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു കോവിഷീൽഡിന് എത്ര ദിവസമാണ്? 84 ദിവസമാണ്. കോവാക്സിൻ എത്ര ദിവസമാണ്? 28 ദിവസമാണ്. അതേപോലെ തന്നെയാണ് എന്ത് വരുന്നത്? ഏതാണ്? സൈക്കോവ് ഡിക്കും വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. COVID-19യുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? അത് ആരോഗ്യ സേതു. ഓപ്ഷൻ എ ആരോഗ്യ സേതു ആണ്. COVID-19യുമായി ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ്. കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ കോംപ്രഹെൻസീവ് കൊറോണ വൈറസ് ട്രാക്കിംഗ് ആപ്പാണ് എന്ത്? ആരോഗ്യ സേതു. ഏപ്രിൽ 2, 2020 ഇന്ത്യ ആരോഗ്യ സേതു ആപ്പ് പുറത്തിറക്കുന്നത്. ഏറ്റവും കുറഞ്ഞ ദിവസത്തിനുള്ളിൽ 5 കോടി ആളുകൾ ഡൗൺലോഡ് ചെയ്ത് റെക്കോർഡ് നേടിയ ഒരു ആപ്പാണ് ആരോഗ്യ സേതു എന്ന് പറയുന്നത്. ആരോഗ്യ സേതു ആപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡർ ആരായിരുന്നു? നമ്മുടെ അജയ് ദേവഗൺ ആയിരുന്നു. സിനിമാ നടനായ അജയ് ദേവഗണാണ് എന്ത്? ആരോഗ്യ സേതുവിൻ്റെ ബ്രാൻഡ് അംബാസഡർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കുറച്ച് പോർട്ടലുകളൊക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു? COVID-19 പശ്ചാത്തലത്തിൽ കേരളത്തിൽ ആരംഭിച്ച ആയുർവേദ ചികിത്സാ സംവിധാനമാണ് എന്ത്? നിരാമയ ആയുർവേദ ചികിത്സാ സംവിധാനമാണ് നിരാമയ. COVID-19യുമായി ബന്ധപ്പെട്ട് ക്വാറന്റൈനിൽ കഴിയുന്നവർക്കായി തിരുവനന്തപുരം ജില്ലാ ഭരണകൂടം വികസിപ്പിക്കുന്നൊരു പോർട്ടലുണ്ട്. അതാണ് എന്ത്? കരുതൽ. ഓക്കെ, നിരാമയ എന്താണ്? ആയുർവേദ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ്. കരുതൽ എന്താണ്? തിരുവനന്തപുരം ജില്ലയുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അതേപോലെ COVID-19 മോണിറ്ററിംഗ് സിസ്റ്റം ആപ്പ് ആരംഭിച്ച സംസ്ഥാനമാണിത്. തെലുങ്കാന. ഇന്ത്യയിൽ ആദ്യമായിട്ട് COVID-19 മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? തെലുങ്കാനയാണ്. ഇനി COVID-19 വ്യാപനം തടയുന്നതിനായിട്ട് കോവിഡ് കെയർ എന്ന് പറയുന്ന ഒരു ആപ്പ് ആരംഭിച്ച സംസ്ഥാനമാണേത്? നമ്മുടെ അരുണാചൽ പ്രദേശ്. ഇന്ത്യയുടെ കിഴക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന അരുണാചൽ പ്രദേശ്. കഴിഞ്ഞ ദിവസം പറഞ്ഞതിൽ ചെറിയ മിസ്റ്റേക്ക് വന്നിരുന്നു. അപ്പോൾ എന്താണ്? ഇന്ത്യയുടെ കിഴക്കേയറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഏതാണ്? അരുണാചൽ പ്രദേശാണ്. അപ്പോൾ അവർ ആരംഭിച്ചതാണ് കോവിഡിൻ്റെ വ്യാപനം തടയുന്നതിനായിട്ട് ആരംഭിച്ച ആപ്പാണ് എന്ത്? കോവിഡ് കെയർ ആപ്പ് എന്ന് പറയുന്നത്. ഓക്കെ,
അതേപോലെയുള്ളതാണ് COVID-19 പ്രതിരോധത്തിന് സജ്ജമാക്കുന്ന ഡ്രോണിൻ്റെ അംഗീകാരം വേഗത്തിലാക്കുന്നതിനായി ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ ആരംഭിച്ച പോർട്ടാണെന്ത്? ഗരുഡ്. ഗവൺമെൻറ് ഓതറൈസേഷൻ ഫോർ റിലീഫ് യൂസിങ് ഡ്രോൺസ്, ഡ്രോൺ വെച്ചുള്ള ഇതാണ് ഗരുഡ്. ഇതാണ് അതിൻ്റെ ഫുൾ ഫോം. എന്താണ്? ഗവൺമെൻറ് ഓതറൈസേഷൻ ഫോർ റിലീഫ് യൂസിങ് ഡ്രോൺ, അതാണ് ഗരുഡ് എന്ന് പറയുന്നത്. ഇന്ത്യൻ സിവിൽ ഏവിയേഷൻ ആരംഭിച്ചൊരു പോർട്ടലായിരുന്നു ഗരുഡ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് COVID-19 ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് ഏറ്റവും ആനുകാലികമാണ്. ബയോളജി എന്ന പോർഷനിൽ ഏറ്റവും നമുക്ക് കറണ്ടായിട്ട് ചോദിക്കാൻ പറ്റുന്നൊരു കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക്